ഹായ് ഫ്രണ്ട്സ്, 7 മീറ്റർ നീളമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പ്, അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അക്വേറിയം, അങ്ങനെ അത്ഭുത കാഴ്ചകളുമായി അബുദാബിയിൽ തുറന്നിരിക്കുന്ന നാഷണൽ അക്വേറിയത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതെ, ട്രാവൽ വിത്ത് സിജോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളങ്ങനെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ മ്യൂസിയത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ആദ്യമേ കാണുന്ന ഒരു റിസപ്ഷൻ ഏരിയയാണിത്. നമുക്ക് ടിക്കറ്റ് വേണമെങ്കിൽ ഓൺലൈനിൽ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ കൗണ്ടറിൽ വന്നാൽ ഇവിടുന്ന് ടിക്കറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 105 ദിർഹംസ് മുതൽ 200 ദിർഹംസ് വരെയുള്ള 4 ടൈപ്പ് ടിക്കറ്റുകളാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. ഈ ടിക്കറ്റുകളുടെ എല്ലാം പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു തരാം. നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു കടലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ഫീലാണ് നമുക്കുണ്ടാകുന്നത്. വളരെ മനോഹരമായിട്ട് അത് അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് അങ്ങനെ ഒരു കോട്ടവാതിൽ കടന്ന് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു അക്വേറിയത്തിൻ്റെ മോഡലല്ല അവരിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത് ഒരു മുറിക്കകത്ത് കുറേ ചില്ലുകൂടിനകത്ത് കുറേ മീനുകൾ, ആ ഒരു രീതിയല്ല ഇവരോട് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഓരോ ഏരിയയ്ക്കും ഓരോ തീമാണ് ഇവരെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഈ ഒരു ഏരിയയ്ക്ക് ഇവരെടുത്തിരിക്കുന്നത് ഇവരുടെ പുരാതനമായിട്ടുള്ളൊരു കോട്ടയുടെ ഒരു ആകൃതിയാണ്. ആ കോട്ടയ്ക്കകത്ത് നിറയെ മീനുകൾ നീന്തി കിടക്കുന്നു. ആ കോട്ട എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കളറിങ്ങും ലൈറ്റിങ്ങും എല്ലാം കൂടി ഒരു പുരാതനമായിട്ടുള്ളൊരു കോട്ടയ്ക്കകത്ത് മനോഹരമായിട്ടുള്ള മീനുകൾ നീന്തി കിടക്കുന്ന ഒരു കാഴ്ച, അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ആദ്യമേ കയറുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആഫ്രിക്കൻ കടലിടുക്കുകളിൽ കാണപ്പെടുന്ന റെഡ് ലൈൻ ഫിഷ് എന്ന് പറയുന്ന മത്സ്യമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മത്സ്യങ്ങളെല്ലാം കടലിൻ്റെ ഉള്ളിൽ ഏത് അവസ്ഥയിലാണ് കഴിയുന്നത് ആ അതേ സെയിം അവസ്ഥ അവരോട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളിനി കൂടുതൽ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പവിഴപ്പുറ്റുകളുടെ എല്ലാം ഒരു മായാലോകമാണ്. ആ പവിഴപ്പുറ്റുകൾക്കിടയിൽ കൂടി മത്സ്യങ്ങളിങ്ങനെ നീന്തി നടക്കുന്നത് കാണാൻ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാത്തിരിക്കുന്നത്. ഇത് അടുത്ത പുതിയൊരു തീമാണ് റെഡ് സീ റിഗ് എന്ന് പറയുന്ന ഒരു ഏരിയ. അതായത് റെഡ് സീനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവരിവിടെ കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. റെഡ് സീ എന്താണെന്നും ആ റെഡ് സീയുടെ അടിത്തട്ടുകൾ എങ്ങനെയാണ് ക്രമപ്പെട്ടിരിക്കുന്നതും അവിടെ ജീവിക്കുന്ന മത്സ്യങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥ എങ്ങനെയാണെന്നുള്ള എല്ലാം വിശദമായിട്ടുള്ള വിവരണമാണ് അവരിതിൽ കൂടി നമുക്ക് പകർന്നു നൽകുന്നത്. കടലിനടിയിലെ അതേ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിച്ചാണ് അക്വേറിയം ഒരുക്കിയിരിക്കുന്നത്. അതായത് കടലിനടിയിലുള്ള പവിഴപ്പുറ്റുകളും അതിനോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഫിഷുകളും അടക്കം വളരെ നല്ലൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കുക, പവിഴപ്പുറ്റുകളുടെ കളറും അതിൽ കൂടി സഞ്ചരിക്കുന്ന ആ ജീവജാലങ്ങളുടെ കളറും ഓൾമോസ്റ്റ് സെയിം ആണെന്നുള്ളത് വളരെ നല്ലൊരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം ടിക്കറ്റുകളുടെ നിരക്കുകളെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. വിവിധ പാക്കേജുകൾ അനുസരിച്ച് 105 ദിർഹംസ് മുതൽ 200 ദിർഹംസ് വരെയാണ് ടിക്കറ്റ് നിരക്ക്. അതായത് 105 ദിർഹംസിൻ്റെ ഒരു ജനറൽ ടിക്കറ്റ് എടുത്താൽ മതിയാവും നമ്മൾക്കൊക്കെ. കാരണം നമുക്ക് ഈ കാണുന്ന കാഴ്ചകളും ഇനി വരാൻ പോകുന്ന ടണലും എല്ലാം കണ്ട് നമുക്ക് പുറത്തിറങ്ങാം. ഇനി 130 ദിർഹംസിൻ്റെ ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് അവർ കൂടുതലായിട്ട് കാണിക്കുന്നത് ഈ മത്സ്യങ്ങളുടെ എല്ലാം ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയയും അതോടൊപ്പം തന്നെ ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളും എല്ലാം നമുക്ക് അവർ വിശദമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീ ഹോഴ്സുകളെയാണ്. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ആ പുറകിലുള്ള പവിഴപ്പുറ്റുകളുടെ കളറും ഈ സീ ഹോഴ്സിൻ്റെ കളറെല്ലാം ഒരേപോലെയാണ് വരുന്നത്. ഇവിടെ ഇവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അത്രയ്ക്ക് ശ്രദ്ധയോട് കൂടിയാണ് എല്ലാം ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി കയറുന്നത് അറ്റ്ലാന്റിക് കേവ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ്. അതായത് അവരിവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടുത്താനാണ്. അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിത്തട്ട് എങ്ങനെയാണെന്നും അതോടൊപ്പം തന്നെ അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥകളും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണിത്. അതുപോലെ മറ്റൊരു ടിക്കറ്റാണ് 150 ദിർഹംസിൻ്റെ ടിക്കറ്റ്.
അതിലവർ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു ബോട്ടിംഗ് ആണ്. അതായത് നമ്മൾക്ക് അക്വേറിയം ടണലും എല്ലാം കാണുകയും ചെയ്യാം, പ്ലസ് ഒരു ബോട്ടിങ്ങിനുള്ള ഒരു അവസരമുണ്ടായിരിക്കും. അപ്പോൾ താഴെ ചില്ലുള്ളൊരു ബോട്ടിൽ കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ താഴെ നീന്തി കിടക്കുന്ന മത്സ്യങ്ങളും അത് നിങ്ങൾക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവരതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 200 ദിറംസിൻ്റെ VIP ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട്. അതായത് നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റുമായിട്ട് വന്ന് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ എല്ലാ ഓപ്ഷനുകളിലും അവർക്ക് കയറാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിനി പോകുന്നത് കടലിൻ്റെ ഉള്ളിൽ നശിച്ചു കിടക്കുന്ന ഒരു അന്തർവാഹിനി കപ്പലിലേക്കാണ്. നമുക്കറിയാം, നമ്മുടെ ധാരാളം അന്തർവാഹിനി കപ്പലുകളും അതുപോലുള്ള കപ്പലുകളെല്ലാം കടലിൻ്റെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കപ്പലിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. ആ കപ്പലും ആ കപ്പലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എങ്ങനെയൊക്കെ ഈ മത്സ്യങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവരിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ആ ഒരു കപ്പലിൻ്റെ ഉള്ളിലുള്ള തുരുമ്പടക്കം എല്ലാം ഇപ്പോൾ എങ്ങനെയായിരിക്കുമോ അതേ ഒരു അവസ്ഥ തന്നെയാണ് അവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി കിടക്കുന്നത് റിംഗ് ഓഫ് ഫയറിലേക്കാണ്. അതായത് പസഫിക് ഓഷന്റെ മറ്റൊരു പേര്. ഇവരിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പസഫിക് ഓഷനും അതിൻ്റെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവജാലങ്ങളും അതോടൊപ്പം തന്നെ മത്സ്യങ്ങളും അതിലുള്ള അഗ്നിപർവ്വങ്ങളെ കുറിച്ചെല്ലാമാണ് ഇതിൽ പറയുന്നത്. ഇത് വളരെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു മണലാണ്. ആ മണലിൽ എന്തോ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ചെന്നിട്ട് ആ മണലുകൾ മാറ്റുമ്പോൾ ഇപ്പോൾ കണ്ടോ അതെല്ലാം ഒരു വെള്ളമായിട്ട് വരുവാണ്. അത് കുട്ടികളെല്ലാം വരുന്ന കുട്ടികൾക്കും എല്ലാവർക്കും വളരെ കൗതുകത്തോടു കൂടി കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. ഏകദേശം 300 വർഗങ്ങളിൽപ്പെട്ട 4600-ൽ പരം ജീവികൾ ഇതിലുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളങ്ങനെ മറ്റൊരു ഏരിയയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിറയെ കളറുകളെല്ലാമായിട്ട് അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണിത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഒരു കാറും അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന കുറേ മത്സ്യങ്ങളും. വ്യത്യസ്തമായ ഇങ്ങനെ ധാരാളം കാഴ്ചകളുണ്ട് ഈ അക്വേറിയത്തിൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡ്രാഗൺസിനെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളിലെല്ലാം തീ തുപ്പുന്ന ഒരു ഡ്രാഗൺസിനല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ലൈവായിട്ട് ഇത്ര അടുത്ത് ഈ ഡ്രാഗൺസിനെ കാണുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ശരിക്കും കടലിൻ്റെ ഉള്ളിലുള്ള വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ അതേപടി ആവിഷ്കരിച്ചിരിക്കുകയാണ് അവരിവിടെ. ഇത്ര ലൈവായിട്ട് ഇത്ര അടുത്ത് നമുക്ക് ഈ കടലിൻ്റെ അടിത്തട്ടിലുള്ള ജീവജാലങ്ങളെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമില്ല. നമ്മളിനി പ്രവേശിച്ചിരിക്കുന്നത് ഫ്രോസൺ ഓഷൻ എന്ന ഒരു ഏരിയയിലേക്കാണ്. ശരിക്കും അതിനുള്ളിലേക്ക് കയറുമ്പോഴേ തന്നെ നമ്മളൊരു അന്റാർട്ടിക്ക ചെന്നൊരു ഫീലാണ്. ആ ഒരു ഡിസൈനും ആ ഒരു കളറിങ്ങും എനിക്ക് തോന്നുന്നത് മറ്റുള്ള ഏരിയയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തണുപ്പ് പോലും അവർ കുറച്ച് കൂടുതൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇനി പ്രവേശിക്കുന്നത് ഫോറസ്റ്റ് ഏരിയയിലേക്കാണ്. അതായത് അവരിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ തോടുകളും പുഴകളും അതിനോട് ചേർന്ന് കിടക്കുന്ന കാടുകളും അവിടെ ജീവിക്കുന്നവ ജീവജാലങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഏരിയയാണിത്. അതായത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണെങ്കിലും തവളകളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം തവളകൾ ഇവിടെയുണ്ട്. ഒരു റെയിൻ ഫോറസ്റ്റും അതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവജാലങ്ങളുമാണ് അവരിവിടെ കാണിക്കുന്നത്. ആ ഒരു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ അതുപോലെ തന്നെ അവരുടെ റീക്രിയേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്.
ഇവിടെ കൂടുതലായും മഴക്കാടുകളും അതോടൊപ്പം തന്നെ മഴക്കാടുകളിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെയാണ് അവരിവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഈ മഴക്കാട്ടിനുള്ളിൽ താമസിക്കുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പെരുമ്പാമ്പാണ്. ഏകദേശം 115 കിലോഗ്രാം വെയിറ്റുള്ള 7 മീറ്റർ നീളമുള്ള ഈ പെരുമ്പാമ്പ് സത്യത്തിൽ നമുക്ക് കാണാൻ പറ്റിയില്ല. പുള്ളി അത് ആ മൂലയിൽ കടന്ന് നല്ല ഉറക്കമാണ്. അത് ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണിത്. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കാടിൻ്റെ ഉള്ളിൽ ചെന്ന ഒരു ഫീലാണ് ഉള്ളത്. ഒരു യഥാർത്ഥ കാട് തന്നെയാണ് ഇവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ സിനിമകളിൽ മറ്റും കണ്ടിരിക്കുന്ന പോലത്തെ എത്ര മനോഹരമായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഒരു കാടും കാടിൻ്റെ ഉള്ളിലെ വെള്ളച്ചാട്ടവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആ ഒരു പക്ഷിയും മൃഗജാലങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥ. തീർച്ചയായിട്ടും നമുക്ക് ഇതിവിടെ നിന്ന് പോകാനേ തോന്നാത്തൊരവസ്ഥയാണ്. നമുക്കറിയാം ധാരാളം കാടുകൾ വെള്ളത്താൽ നിറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മരങ്ങളുടെ ഇടയിൽ കൂടി മീനുകളെല്ലാം നീക്കുന്നത് യഥാർത്ഥത്തിലുള്ളത് നമുക്ക് മുമ്പേ കാണുന്ന നല്ല കല്ലുകളെല്ലാം അതുപോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എത്ര കണ്ടാലും മതി വരാത്ത ധാരാളം കാഴ്ചകൾ അവരുടെ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ആ ഒരു കാടിൻ്റെ നാച്ചുറാലിറ്റി ഫീൽ ചെയ്യാനായിട്ട് ഒരു തോടി അതോടൊപ്പം തന്നെ കാണാൻ പറ്റും. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിട്ട് ധാരാളം പക്ഷികൾ, ഒപ്പം തന്നെ ചെറിയ ചെറിയ മീനുകൾ നീന്തി നടക്കുന്നത്. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു ഭയങ്കരമായിട്ടൊരു ഫീൽ കിട്ടുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഞാൻ ഏതായാലും കുറേ നേരം ഇവിടെ നിന്നതിന് ശേഷമാണ് ഇവിടെ നമ്മൾ പോയത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം. കാരണം നമ്മൾ അവസാനമാണ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ടണലെല്ലാം വരുന്നത്. ടണലിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങളെല്ലാവരും കാണണം. ഇത് സ്രാവുകളുടെ ഒരു ഏരിയയാണ്. വെള്ളത്തിലിറങ്ങി 2 മീറ്ററോളം നീളമുള്ള സ്രാവുകൾക്ക് ഭക്ഷണം നൽകാൻ സഞ്ചാരികൾക്ക് അവസരമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ശരിയായിട്ടുള്ള റിവറിൻ്റെ അതേ അടിത്തട്ടാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി ടണലിലേക്ക് പ്രവേശിക്കുക. നമ്മൾ ആ ചെല്ലുമ്പോഴേ തന്നെ അത് ബ്ലൂ കളറെല്ലാമായിട്ട് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു കടലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നൊരു ഫീലാണ്. ആ ടണൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടണലാണ്. ആ ടണലിൻ്റെ അകത്ത് ചുറ്റും നിറയെ മീനുകൾ, അതോടൊപ്പം തന്നെ കടലിന്റെ അടിത്തട്ടിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവരവര് അതുപോലെ തന്നെ അവരിവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കാത്തിരിക്കുന്നത് കടലിന്റെ അടിത്തട്ടിലുള്ള വളരെ വിസ്മയകരമായിട്ടുള്ള വളരെ നല്ല കാഴ്ചകളാണ്. നമ്മളങ്ങനെ ടണലിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടൊരു ഫീലാണ്. നമുക്ക് ചുറ്റും നിറയെ മത്സ്യങ്ങൾ നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഒരു യഥാർത്ഥ കടലിൻ്റെ അടിത്തട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരിവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള കല്ലുകളും പവിഴപ്പുറ്റുകളും. ഇത് നമുക്ക് കുറച്ചങ്ങനെ നീങ്ങുമ്പോൾ കാണാം കടലിൻ്റെ ഉള്ളിൽ നശിക്കപ്പെട്ട് കിടക്കുന്ന പല പല വിമാനങ്ങൾ, അതുപോലെ തന്നെ കപ്പലുകൾ, ആ കപ്പലിൻ്റെ ഉള്ളിൽ കൂടി ഈ ഫിഷുകൾ നീന്തി നടക്കുന്നത്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത്. ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളോട് സംസാരിക്കുന്നതാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിക്കും ഒരാൾ നമ്മളോട് അവരുടെ വിശേഷങ്ങൾ പറയുന്ന അതേ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്.
വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. നമ്മൾ ഒരിക്കലെങ്കിലും കുട്ടികളുമായിട്ട് വന്ന് ഇതൊന്ന് കാണണം. കാരണം എന്താണ് കടലെന്നും കടലിൻ്റെ ഉള്ളിലെ ആവാസ വ്യവസ്ഥ എന്താണെന്നും കടലിൻ്റെ അടിത്തട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ മനോഹരമായിട്ട് നമ്മൾക്ക് മുമ്പിൽ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ചില നിമിഷങ്ങളായിരിക്കും ഇവിടെ എന്തായാലും ഉണ്ടാവുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഏതോ കാലത്ത് തകർന്നു വീണൊരു ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിന്റെ നിലവിലത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവർ കറക്റ്റായിട്ട് ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ചുറ്റും നീന്തി നടക്കുന്ന മത്സ്യങ്ങൾ, വളരെ നല്ലൊരു കാഴ്ച. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് വന്ന് ഒന്ന് ഫീൽ ചെയ്യേണ്ടത് വളരെ നല്ലതാണ്. ഇത് സാധാരണ നമ്മൾ സിനിമകളിൽ മാത്രം കണ്ട് പരിചയമുള്ളൊരു ദൃശ്യമാണ്. കടലിന്റെ ഉള്ളിൽ തകർന്നു കിടക്കുന്ന കപ്പലും അതിനോട് ചുറ്റും നടക്കുന്ന സ്രാഗുകൾ. കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു ഷോട്ട് എടുക്കാൻ പറ്റിയത് വളരെ നല്ലൊരു അനുഭവമായി പോയി. അങ്ങനെ ടണൽ ഇവിടെ തീരുകയാണ്. എനിക്ക് തോന്നുന്നു അവർ ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് കടലെന്നും ആ കടലിൻ്റെ അടിത്തട്ട് എന്താണെന്നും അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണെന്നും വളരെ മനോഹരമായിട്ട് അവർ നമുക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് 150 ദിർഹംസിന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് അവർക്ക് ടണലും കാണാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ബോട്ടിങ്ങിനുള്ള അവസരമുണ്ട്. അതായത് അടിയിൽ ഗ്ലാസ് ഉള്ള ഒരു ബോട്ടിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ താഴയിൽ കൂടി മത്സ്യങ്ങൾ നടക്കുന്നതും അവർ ഭക്ഷണം കഴിക്കുന്നതെല്ലാം നേരിട്ട് കാണാവുന്ന ഒരു അവസ്ഥയാണത്. കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേട്ട് ഇറങ്ങുമ്പോൾ ഒരു വളരെ നല്ലൊരു സൂവിനീർ ഷോപ്പ് അതിലൂടെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ടോയ്കളും ബാഗുകളും എല്ലാം നല്ലൊരു സൂവിനീർ ഷോപ്പ് അതിലൂടെ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അക്വേറിയത്തിൻ്റെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളത് പുറത്തേട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കറിയാം ഏകദേശം ഒരു 20 മിനിറ്റ് ഉണ്ട് ഈ വീഡിയോ. പക്ഷേ നമ്മൾ അക്വേറിയത്തിൻ്റെ ഉള്ളിലുള്ള ഏത് ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്? അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ അക്വേറിയത്തോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഈ 20 മിനിറ്റുള്ള വീഡിയോ ഫലപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ദയവായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളിടുന്ന പുതിയ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.